നിങ്ങളൊരു കാനോണിന്റെ ക്യാമറയോ സോണിയുടെ ക്യാമറയോ നൈക്കോണിന്റെ ക്യാമറയാണോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 50mm ലെൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ വലിയ നഷ്ടമാണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പുതിയ ക്യാമറ മേടിച്ചോ, ക്യാമറയ്ക്കകത്ത് കിറ്റ് ലെൻസ് മാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ കിറ്റ് ലെൻസ് എടുത്ത് പള്ളയെ കളഞ്ഞിട്ട് ഒരു 50mm ലെൻസ് എങ്ങനെയെങ്കിലും മേടിച്ചിട്ട് ഫോട്ടോസും അതുപോലെ വീഡിയോസും എടുക്കുക എന്നുള്ളതാണ്. എന്താണ് ഇതിന്റെ കാരണം എന്നറിയത്തില്ല. 50mm ലെൻസിന് എന്തൊക്കെയോ ചില പ്രത്യേകതകളുണ്ട്. നമുക്ക് അത്യാവശ്യം വൈഡ് വേണമെന്നുണ്ടെങ്കിൽ വൈഡും അതുപോലെ തന്നെ ടൈറ്റ് ഷോട്ടുകൾക്ക് ടൈറ്റും കൊടുക്കാൻ പറ്റിയൊരു ലെൻസാണ് 50mm ലെൻസ്. മാത്രമല്ല ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ചീപ്പാന്നുള്ളതാണ്. 50mm 1.8 ലെൻസ്, അതായത് 1.8 ലെൻസുകളിൽ ഏറ്റവും ചീപ്പായിട്ട് എല്ലാ ക്യാമറ കമ്പനികളും ഇറക്കി വിടുന്ന ലെൻസും ഈ 50mm ലെൻസാണ്. എൻ്റെ ഫോട്ടോഗ്രാഫി തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം മേടിച്ചിരുന്നത് ഒരു 700D ആയിരുന്നു. അപ്പോൾ 700Dയിൽ 1855 കിറ്റ് ലെൻസ് വെച്ചിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 6 മാസത്തിന് ശേഷമാണ് ഞാൻ 50mm ലെൻസ് മേടിച്ചത്. എനിക്ക് വളരെയധികം റിഗ്രറ്റ് ആയിപ്പോയി ഞാൻ ആദ്യം ആ ലെൻസ് മേടിക്കാതിരുന്നതിൽ. ആദ്യം തന്നെ 50mm ലെൻസ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറേ അധികം കാര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ എനിക്ക് കുറച്ച് അതങ്ങനെയാണ് കുറേയധികം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റിയാനെ 700Dയിൽ നിന്ന് നേരെ 200Dയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. 200Dയിൽ നിന്ന് പിന്നെ ഞാൻ R6 Mark IIയിലേക്കാണ് പോയത്. കാനോണിന്റെ R6 Mark IIയിൽ ഞാൻ മേടിച്ച സമയത്ത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് 50mm ലെൻസ് മാത്രം വെച്ചിട്ടായിരുന്നു. അതിനുശേഷമാണ് 85mm ലെൻസും അതുപോലെ തന്നെ 35 ഞാൻ മേടിച്ചത്. ഇപ്പോഴും എൻ്റെ ക്യാമറ ബാഗിൽ ഞാൻ കൊണ്ടു നടന്ന് യൂസ് ചെയ്യുന്ന ലെൻസാണ് 50mm ലെൻസ്. അതിന് വെറും 8000 രൂപയേ ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതിനകത്ത് നിന്ന് കിട്ടുന്ന ഔട്ട് ഒരു രക്ഷയില്ലായിരുന്നു. R6 പോലും നല്ല അടിപൊളി ഔട്ട് തരാനായിട്ടും ഓട്ടോ ഫോക്കസ് പിടിക്കാനൊക്കെ ആയിട്ടും 50mm ഭയങ്കര അടിപൊളിയായിരുന്നു. എത്രയൊക്കെ പുതിയ കിറ്റ് ലെൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അത് വളരെ ചീപ്പായിട്ട് മേക്ക് ചെയ്തേക്കുന്ന ഒരു ലെൻസ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് കുറേ അധികം ബാഡ് എലമെന്റ്സ് ഉണ്ട്. പക്ഷേ 50mmനകത്ത് അത്യാവശ്യം നല്ല എലമെന്റ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. മാത്രമല്ല 50mmന്റെ ഫോക്കൽ ലെങ്ത്തിന് കുറച്ചധികം പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ മേക്കിങ്ങും വളരെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ അധികം ഒപ്റ്റിക്സ് യൂസ് ചെയ്യാതെ നല്ല ക്വാളിറ്റിയിൽ നല്ല ഒപ്റ്റിക്സ് വെച്ച് നല്ലൊരു ലെൻസ് ഇറക്കി കൊടുക്കാനായിട്ട് കമ്പനികൾക്ക് ഈ 50mm കൊണ്ട് പറ്റുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും 50mm മിസ്സാക്കാനായിട്ട് പാടില്ലെന്ന് തന്നെ ഞാൻ പറയും. 50mm ലെൻസ് മാത്രം വെച്ചിട്ട് നമുക്കൊരു ഷൂട്ട് വേണമെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. ഒരു വെഡിങ്ങിനൊന്നും 50mm മാത്രം വെച്ചിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊരു ഫോട്ടോഷൂട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 50mm മാത്രം വെച്ചിട്ട് വരും. നമുക്ക് അത്യാവശ്യം ഇറങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൈഡ്, അധികം ഡിസ്റ്റോർഷൻ ഇല്ലാതെ കിട്ടും. അത്യാവശ്യം കയറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം 85ന്റെ സെറ്റപ്പിലേക്കുള്ള ഒരു ലുക്ക് നമുക്ക് അതിനകത്ത് കിട്ടും. ഇനിയിപ്പോൾ ഒരു ക്രോപ്പ് സെൻസർ ക്യാമറയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ 1.6 1.5 ക്രോപ്പ് ഫാക്ടർ വെച്ചിട്ട് ഒരു 80ലേക്കും 86ലേക്കും 85ലേക്കൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഒരു അടിപൊളി സീൻ നമുക്ക് ഈ 50mm ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു 35ഉം 50ഉം 85ഉം ഉണ്ട്, നിങ്ങളുടെ ഒരു ഗിംബലും ഉണ്ട്. അപ്പോൾ തന്നെ 35ഉം 85ഉം 50ഉം മാറി മാറി ബാലൻസ് ചെയ്യണം. അതിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിംബലയിൽ കോൺസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് വെക്കാൻ പറ്റിയ ലെൻസും 50 തന്നെയാണ്. കാരണം അത്യാവശ്യത്തിന് വൈഡും അത്യാവശ്യം ഒരു ടെലി കൂടെ ഉള്ളതുകൊണ്ട് തന്നെ 50mm വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഓടിപ്പോകാനായിട്ട് പറ്റും. ഗിംബലിനകത്ത് ഒരു ലെൻസുകൾ സ്വാപ്പ് ചെയ്യുമ്പോഴത്തേനും അത് ബാലൻസ് ചെയ്യാന്നുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം ഒഴിവാക്കാനായിട്ട് 50mm കൊണ്ടും പറ്റും. ഒരു ഗിംബൽ എങ്ങനെ യൂസ് ചെയ്യാം, ഒരു ഗിംബൽ എങ്ങനെ ബാലൻസ് ചെയ്യാം, നമുക്ക് മേടിക്കാൻ പറ്റിയ ക്യാമറ ഏതാണ്, ആ ക്യാമറയ്ക്ക് പറ്റിയ ഗിംബൽ ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗിംബലിനെ പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. 50mm ലെൻസ് മേടിച്ച് ഇട്ടതുകൊണ്ട് മാത്രം നിങ്ങളുടെ ഫോട്ടോസ് അടിപൊളിയാണെന്നില്ല. അതിന് കുറേ അധികം ക്യാമറ ടെക്നിക്കുകളുണ്ട്. അതായത് ലീഡിങ് ലൈൻസ്, എഡിറ്റിംഗിൽ പല പല കാര്യങ്ങൾ, ഹീൽ ചെയ്ത് കളയുക, കോമ്പോസിഷൻ, അങ്ങനെ കുറേ അധികം സാധനങ്ങളെല്ലാം ഒരുമിച്ച് തരുമ്പോഴത്തേനുമാണ് ഒരു നല്ല ഫോട്ടോ നമുക്ക് കിട്ടുന്നത്. മാത്രമല്ല 1.8 ലെൻസാണ് എന്ന് വെച്ച് എപ്പോഴും വൈഡ് ഓപ്പൺ ഇട്ട് 1.8 തന്നെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഷാർപ്പായിട്ടുള്ള ഇമേജസ് അതിൽ നിന്ന് കിട്ടാനായിട്ട് പോകുന്നില്ല. കാരണം അതൊരു നല്ല ലെൻസാന്ന് പറഞ്ഞാലും അതിനകത്ത് അത്യാവശ്യം ചീപ്പായിട്ടുള്ള എലമെന്റ്സ് തന്നെയാണ് വെച്ചേക്കുന്നത്. കാനോണിന്റെ 1.8 RF ലെൻസിന് 20,000 രൂപയും അതുപോലെ തന്നെ കാനോണിന്റെ 1.2 ലെൻസിന് 1,40,000 അല്ലെങ്കിൽ 1,00,000 രൂപയും വിലയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. 1.8ൽ നിന്ന് 1.2ലേക്ക് വന്നു കഴിഞ്ഞത്തേനും അതിൻ്റെ ഒപ്റ്റിക്സിന്റെ ക്വാളിറ്റിയിലും വിലയിലും വന്നേക്കുന്ന വ്യത്യാസം. അതുകൊണ്ട് തന്നെ 1.8 ലെൻസ് ആണെന്ന് വെച്ച് എപ്പോഴും വൈഡ് ഓപ്പൺ ഇട്ട് 1.8ൽ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ഷാർപ്നെസ്സും ഡീറ്റെയിൽസും ഉറപ്പായിട്ടും കുറയും. അതുകൊണ്ട് തന്നെ ഒരു 2.8 മുതൽ 5.6 വരെയുള്ള അപ്പർച്ചറിൽ ഫോട്ടോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഷാർപ്പായിട്ടുള്ള, നല്ല കളറുള്ള, നല്ല ഡെപ്ത് ഉള്ള ഫോട്ടോസ് ഈ 50mm നിന്ന് കിട്ടും. അപ്പർച്ചർ കുറയുമ്പോഴത്തേനും ക്വാളിറ്റി കുറയും എന്നുള്ളതുപോലെ തന്നെ അപ്പർച്ചർ ഒരുപാട് മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ, അതൊരു F8ന് മുകളിലേക്ക് F11 F22 ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങോട്ടേക്കും ഇതിന്റെ ക്വാളിറ്റിയിൽ കുറവ് ഉണ്ടാകും. ഓൾറെഡി നിങ്ങളൊരു ക്യാമറ മേടിച്ച് കയ്യിൽ വെച്ചേക്കുവാണ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ക്യാമറ പുതുതായിട്ട് മേടിക്കാൻ പോവുകയാണ്, എങ്ങനെ വന്നു കഴിഞ്ഞാലും
ഒരു 50mm ലെൻസ് കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫീനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാം.